ഹേ ഗായ്സ്, നാളെ December 5th. ഇന്നിപ്പോൾ നമ്മൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ബിക്കോസ് നാളെ December 5th തപ്പുൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ തപ്പുന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ നോ മണിയാണല്ലോ. അപ്പോൾ ഒരു ഷർട്ടും പിന്നെ ഒരു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമും കൂടെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ് ആണ്. നോക്കാം. അപ്പോൾ പിന്നെ ഒരു മിനി ഷോപ്പിംഗ് വ്ലോഗാണ് ഇത്. എവിടം വരെ കൊണ്ട് എത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരാണ് പോണത്. കൊടുങ്ങല്ലൂർ ഓൾമോസ്റ്റ് എല്ലാ കടയും കയറി ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടോ. ഞാൻ സ്കൂട്ടിക്ക് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഒരു മഴക്കാറും ചെറിയൊരു മഴ പൊടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പ് തന്നെ ശരണം വെച്ച് നടന്നു കേട്ടോ. ബസ് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അവിടെ ലിമിറ്റഡ് സ്റ്റോപ്പൊന്നും നിർത്തില്ല, അതുകൊണ്ട് തന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ടാണ് കേട്ടോ ഒരു ലോക്കൽ ബസ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ശാസ്തയിലാണ് കേട്ടോ കയറിയിട്ട്. നല്ല അടിപൊളി വരുമായിരുന്നു. ബസ്സൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ, ഫുൾ സെറ്റപ്പ് ആക്കിയിരിക്കണേ. ഫുൾ തിയേറ്റർ വൈബായിരുന്നു കേട്ടോ. വെട്ടം സിനിമയായിട്ട് അതിൽ പോയിക്കൊണ്ടിരിക്കണേ. ഞാനാണെങ്കിൽ ആ സിനിമ കണ്ടിരുന്നതായിട്ട് കൊടുങ്ങല്ലൂർ എത്തി തന്നെ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഞാൻ സെൻട്രോ മോളിൽ മാക്സിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം തപ്പൂന് കിട്ടാറുണ്ടായിരുന്നു. എനിക്ക് കിട്ടാറില്ല, പക്ഷേ തപ്പൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അത്യാവശ്യം കളക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടുവാണെങ്കിൽ പിന്നെ വേറെ കടയിൽ നിന്നും കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിൽ ലക്ഷ്യം വെച്ച് നടന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്കായതുകൊണ്ട് വലിയൊരു സുഖം ഒന്നും ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരു അഭിപ്രായം പറയാനില്ലെങ്കിൽ നമുക്കൊരു ബോറടിയില്ലേ. അപ്പം ഞാനാണെങ്കിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് കൺഫ്യൂഷനായി പോയി, എടുക്കണോ വേണ്ടേന്ന്. പിന്നെ പുതിയ കളക്ഷൻസൊക്കെ കുറവായിരുന്നു കേട്ടോ, ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പഴയ നമ്മൾ ആദ്യം പോയപ്പോൾ ഉള്ള കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കപ്പോൾ എന്തോ എടുക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ വേറെ കട കയറാമെന്ന് വിചാരിച്ചെങ്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പോയത് ട്രെൻഡ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾക്ക് ട്രെൻഡ്സിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്, തപ്പൂന് കിട്ടാറില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രെൻഡ്സിലോട്ട് പോയിട്ടാ. അവിടെ നിന്നാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് കളക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുറേ കിഡ്സ് സെക്ഷനിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ. കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസൊക്കെ നോക്കി അങ്ങനെ നിന്നുട്ടോ. അവിടെ നിന്ന് പോരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അത്രയും അടിപൊളി ഡ്രസ്സുകൾ കേട്ടോ ഉണ്ണികളുടെ. അങ്ങനെ നമ്മൾ വേറെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോയ്സ് സോൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഫുള്ള് ബോയ്സ് മാത്രമേ ഉള്ളൂ. എനിക്കെന്തോ ചടച്ച് ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാണ്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഞാൻ നിരാശയോട് കൂടി ബസ്സിൽ കയറി വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിതേ വീടിൻ്റെ അടുത്തൊരു കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ നമുക്ക് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഫ്രെയിം വാങ്ങിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ ഞാനെടുത്ത ഫോട്ടോ ഫ്രെയിം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ ഫ്രെയിമും വാങ്ങിക്കാം, പിന്നെ ഈ ഒരു സൈസിന് ഫോട്ടോസും വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങളത് ഈ ഒരു 4 ഫോട്ടോസ് അവിടെ സൈസിന് വാങ്ങിച്ചു. അപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിച്ചു കേട്ടോ സെറ്റ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ എനിക്ക് ഓക്കെ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം, നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോയിൽ. അങ്ങനെ ഇതും വാങ്ങി ഞാൻ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഉമ്മാനെയും കുട്ടിയുടെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും പാടെ ഇരിഞ്ഞാലക്കുട മാക്സിലോട്ട് വിട്ടു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെടുക്കണമെന്ന് കൺഫ്യൂഷനായി പോയി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമായിരുന്നു എനിക്ക്. ഏതെടുക്കണം എന്നുള്ള ഡൗട്ടായി പോയി, അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ നേരം ഉമ്മ അവിടെ പോയി നിന്ന് എന്തൊക്കെയോ ഇരുന്ന് പരതനുണ്ട്. എന്തെന്നാവോ കയ്യിൽ 5 പൈസ ഇല്ല എന്ന ആറ്റിറ്റ്യൂഡിന് ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. ബാഗിൻ്റെ ഉള്ളൊക്കെ സിബൊക്കെ തുറന്നിട്ട് അതിൽ കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു, എന്തോ പോയ പോലെ. അത് കഴിഞ്ഞ് നമ്മതേ കുറേ ചട്ടിയും വട്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്ന് അവിടെ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാത്തിനും ഒരുമാതിരി റേറ്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാം മൂഞ്ചിയും ആയിട്ട് അവിടെ നിന്ന് ബസ്സും കയറി വീട്ടിലോട്ട് തിരിച്ചു വിട്ടാം. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.